ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഴയും വെയിലും എല്ലാം മാറി മാറി വരുന്നത് കൊണ്ട് നമ്മുടെ റുട്ടീൻസ് ഒന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? പനിയുടെ കാര്യമായിട്ട് പറയുകയും വേണ്ട, എത്ര മരണങ്ങളല്ലേ ഓരോ ദിവസവും. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനൊരു 4:30 ആയപ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. 4:30 അല്ല, അതൊക്കെ കഴിഞ്ഞു. 5 മണി ആവാറായി. കാരണം ഇന്ന് ഒരുപാട് വലിയ പണികളായിട്ടൊന്നുമില്ല, ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അത് എളുപ്പമാണല്ലോ, ഇഡ്ഡലി സാമ്പാറും അത്ര വലിയ പാടില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത്. വന്ന ഉടനെ തന്നെ പതിവ് പോലെ ഞാൻ രാവിലെ ഒരു കാപ്പി കുടിച്ചു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്, അതും അടുപ്പിലാക്കിയിട്ടുണ്ട്. തോരനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ഇളക്ക് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ചോറും വൈകുന്നേരം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു, പച്ചമുളകൊക്കെ ഇട്ടിട്ട്. ബാക്കി പൊടികൾ മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ സാമ്പാറിനുള്ളതെല്ലാം കൂടെ എടുത്ത് വെക്കാം. അപ്പോൾ കഷ്ണങ്ങളായിട്ട് വലുതായിട്ടൊന്നുമില്ല, വെള്ളരിക്ക മാത്രമേ അല്ലാത്തൊരു കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിഴങ്ങും തക്കാളിപ്പഴവും ഉള്ളിയും എല്ലാം കൂടെ ചേർത്തൊരു സാമ്പാർ വെക്കാം. ഇവിടെ അങ്ങനെ കഷ്ണം വേണമെന്നൊന്നുമില്ല, എല്ലാം കൂടി ഇട്ടാലും നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടേ പിള്ളേർ അതെല്ലാം കൂട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം മാറ്റി വെക്കും. പിന്നെ മൂത്ത മോനാണ് ഈ സാമ്പാർ വേണമെന്ന് ഭയങ്കര നിർബന്ധമുള്ളത്, മോനും മോക്കും വേണം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ശരിക്കും ഇത് ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാവർക്കും ചമ്മന്തി മതി കേട്ടോ. പിന്നെ പരിപ്പാണെങ്കിൽ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, കുറച്ച് വലിയ പരിപ്പായിരുന്നു അതുകൊണ്ട്. അപ്പോൾ അത് ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അത് വാർത്തിട്ടിട്ടുണ്ട്. ആ പുറകെ തന്നെ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അങ്ങോട്ട് വെച്ചു. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോകേണ്ട ആൾക്ക് വേണ്ടി കുറച്ച് വെള്ളം ആദ്യം എടുത്ത് മാറ്റി വയ്ക്കാം. അത് കുപ്പിയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ മാവിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഇഡ്ഡലി അങ്ങോട്ട് വെക്കാം. ദോശയാണ് കൂടുതൽ ഇഷ്ടം, പക്ഷേ ഇഡ്ഡലിയാണല്ലോ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഇഡ്ഡലി ആക്കുന്നത്. സ്കൂൾ തുറന്ന സമയത്ത് കുറച്ച് എന്തൊക്കെയാണ് രാവിലെ ഉണ്ടാക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. അവന് ട്യൂഷൻ ഉള്ളത് 3 ദിവസങ്ങളിലാണ്, രാവിലെ 6 മണിക്ക്. പിന്നെ ശനിയാഴ്ചയുണ്ട്, ആ ദിവസം പിന്നെ ബാക്കിയുള്ളവർക്ക് പോകണ്ടല്ലോ. അങ്ങനത്തെ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തടവിട്ട് നമുക്ക് ഓരോരോ തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചില ദിവസങ്ങളിൽ നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് എഴുന്നേറ്റ് വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ വിചാരിച്ചാലും അതൊന്നും നടക്കണമെന്നില്ല അല്ലേ? മോനെ ആണെങ്കിൽ ഞാൻ രാവിലെ പോയി വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ അവൻ തന്നെ അങ്ങ് എഴുന്നേക്കും. അപ്പോൾ തലേദിവസം പറഞ്ഞിട്ട് കിടക്കും, അമ്മ എന്നെ വിളിച്ചേക്കണേന്ന്. അപ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ രാവിലെ തന്നെ വിളിച്ചായിരുന്നു കേട്ടോ. പിന്നെ എഴുന്നേറ്റിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് വിളിച്ചപ്പോഴാണ് അവന് വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞത്. എന്തോ ഒരു വയ്യായിക പോലെ, അതുകൊണ്ട് ഇന്ന് പോകണോ, പിന്നെ 6 മണിക്ക് പോകണമല്ലോ, പോയാലും 6 മണിക്ക് പോകണം. പിന്നെ നേരെ സ്കൂളിലേക്ക് പോകും, നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെ വീട്ടിലിരിക്കാൻ. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഒന്ന് പോയി കേട്ടോ. അവിടെ നിന്നിട്ട് എന്തോ പറ്റിയെന്നൊക്കെ ചോദിച്ച് പിന്നെ വന്നിട്ടാണ് ഞാൻ സാമ്പാറൊക്കെ താളിക്കുന്നത്. അപ്പോൾ എന്തായാലും ധൃതി വെക്കണ്ടല്ലോ. ധൃതി വെക്കണ്ടെന്നല്ല, നമ്മൾ നേരത്തെ ജോലി തീർക്കുന്നതാണ് നല്ലത്. എങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലാവും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനൊരു നമുക്കും ഒരു മോട്ടിവേഷൻ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, വെള്ള ചമ്മന്തിയാണ് അരച്ചത്. അപ്പോൾ മോന് ചമ്മന്തി ഇഷ്ടമല്ല, അപ്പോൾ അവൻ കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് രണ്ടാമതാക്കിയത്. അങ്ങനെ അതും കൂടെ അങ്ങ് താളിച്ചെടുക്കാം. മോൻ രാവിലെ ട്യൂഷനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ മുറ്റം അടിച്ചേക്കാമെന്ന് വിചാരിച്ച്. ചൂലിൻ്റെ സൗണ്ട് കേട്ടപ്പം അപ്പുറത്തുനിന്ന് ഡോറ നല്ല കുരയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ചാടി വന്നേനെ. കൂടുതലായിട്ടും ഞാൻ വൈകുന്നേരമാണ് മുറ്റം തൂക്കലൊക്കെ. രാവിലെ കുറവാണ്, സമയം കിട്ടാറില്ലല്ലോ. പിന്നെ ശനിയോ ഞായറോ ഒക്കെ ആണെങ്കിൽ മാത്രമേ രാവിലെ ഇതിനിറങ്ങാറുള്ളൂ. ഇന്ന് പിന്നെ കുറച്ച് നേരത്തെ പണിയെല്ലാം തീർന്നല്ലോ, ഇനിയിപ്പോൾ ക്ലീനിങ്ങേ ബാക്കിയുള്ളൂ. ഫ്രണ്ടിൽ മാത്രം ഒന്ന് വേഗം തൂത്തിട്ടു കേട്ടോ. ബാക്കി ഇനി വൈകുന്നേരം ആവാം. പിന്നെ ഇനി ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുകയാണ്. നമ്മൾ രാവിലെ എല്ലാം ചെയ്ത് അടച്ചു വെച്ചിട്ട് അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങിയില്ലേ. ഇനിയിപ്പോൾ ബാക്കി ഇരുന്ന കുറച്ച് മാവെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ മക്കളുടെ പാത്രങ്ങളൊന്നും ഞാൻ വൈകുന്നേരം അങ്ങനെ ഡ്രോയ്ക്കകത്തോട്ടൊന്നും എടുത്ത് വെക്കാറില്ല കേട്ടോ. രാവിലെ അത് വീണ്ടും എടുക്കേണ്ടതല്ലേ, വൈകുന്നേരം കഴുകി അവിടെ തന്നെ വെക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം ഇനി ബാക്കിയുള്ളതെല്ലാം കഴുകി അതിനകത്തേക്ക് വെക്കാൻ. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കഴുകി നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കാണാം.
ഇപ്പോൾ ഇതാ വേഗം പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തോരനെല്ലാം ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റണം, സാമ്പാർ ഒഴിച്ച് മാറ്റണം. അതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടാം കേട്ടോ. അവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയിട്ട് തോരൻ കോരി മാറ്റുന്നുണ്ട്. ആദ്യം മൂത്ത മോന് ചോറ് വിളമ്പി മാറ്റാമെന്ന് വിചാരിച്ചു. ആ സമയം എന്താ കറണ്ട് പോയിട്ടോ. എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടേയിരിക്കും, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞായിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ചോറെല്ലാം വിളമ്പി മോനെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ബാക്കിയുള്ളവർക്ക് വിളമ്പിയാൽ മതി. ഇപ്പോൾ സമയം 7:30 കേട്ടോ. രാവിലത്തെ സമയം ഇങ്ങനെ പടപടപടാന്നാണ് പോകുന്നത്, എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ ബാക്കി 2 പേരെയും കൂടെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പല്ലൊക്കെ തേച്ച് റെഡിയായൊക്കെ അതിലേ നടക്കുകയാണേ. ഇനിയിപ്പോൾ പിള്ളേരെ കുളിപ്പിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വയ്ക്കുക ചൂടാകാൻ. ഇത് വായനാ ദിനത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാത്രിയിൽ പോസ്റ്ററൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു, അതെല്ലാം വരച്ചിട്ടാണ് ഈ നിരത്തിയിട്ടിരിക്കുന്നത്. ഈ ടേബിൾ എപ്പോഴും ഇങ്ങനെ അവരുടെ സാധനങ്ങളുണ്ടാവും. ഞാനതിന് വഴക്ക് പറഞ്ഞു. വേഗം അവൻ ആ പെൻസിലൊക്കെ വെട്ടിയത് കൊണ്ട് കളഞ്ഞിട്ട് വന്നു. പിന്നെ വേഗം വൃത്തിയാക്കി എല്ലാം എടുത്ത് വെക്കുകയാണ്. പിന്നെ അവർക്കുള്ള ചോറ് വിളമ്പി വെക്കാമെന്ന് വിചാരിച്ചു. മോന് പിന്നെ തോരനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. എത്ര തോരനൊക്കെ കറി കൂടുതൽ വെച്ചാലും അവന് ഇഷ്ടമാണ്, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ മോക്കാണ് പ്രശ്നം. കണ്ടില്ലേ, മോൾക്കാണെങ്കിൽ വെച്ച ചോറിൽ നിന്ന് കുറച്ചും കൂടെ മാറ്റി വെപ്പിച്ചു കേട്ടോ. എന്നിട്ട് എന്നോട് ചോദിച്ചത് അമ്മയ്ക്ക് ചോറിൻ്റെ ലിറ്റർ അറിയാമോ എന്നാ. ഇതാ മോനെ മോളെ ഇപ്പോൾ കുളിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് കഴിക്കാനുള്ളത് കൊടുത്തേ. മോനാണെങ്കിൽ ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പുതച്ച് മൂടിയിരിക്കുന്നത്. അല്ലെങ്കിലും അവൻ എപ്പോഴും തണുപ്പാണ്. ഇവർക്ക് സ്കൂളിലേക്ക് വെജ് മാത്രമേ കൊടുത്തു വിടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ മുട്ടയും ചിക്കനോ മീനോ അങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. KG സെക്ഷനിലുള്ളവർക്ക് പറ്റും, 1ാം ക്ലാസ് മുതലുള്ളവർക്ക് അത് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ വെജ് തന്നെ രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പം മുട്ടയാണ് എന്നും കൊടുത്തു വിടുന്നത്. ഇന്ന് മുട്ട തീർന്നിരിക്കുകയായിരുന്നേ. അപ്പോൾ രാവിലെ ചേട്ടൻ പാലിന് പോയപ്പോൾ മുട്ട മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ചോറെല്ലാം വിളമ്പി ടേബിളിൽ വെച്ചിട്ട് വേഗം മുട്ട പൊരിക്കുകയാണ്. ആ സമയത്ത് ഇതാ അവരെ അച്ഛൻ റെഡിയാക്കുകയാണ്. അങ്ങനെ ഇതാ മക്കളെയൊക്കെ റെഡിയാക്കി ഇരുത്തി അവിടെ ഫുഡൊക്കെ എടുത്തു വെച്ചു. ഇതിപ്പോൾ ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ളതാണ് എടുക്കുന്നത്. മോൾക്ക് സ്നാക്സ് ആയിട്ട് കപ്പലണ്ടി മുട്ടായി ആയിരുന്നു എടുത്തത്. പിന്നെ പുറകെ തന്നെ ഞാൻ കഴിക്കാനിരുന്നേ. അമ്മ ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തണുത്ത് പോയി കഴിഞ്ഞാൽ കുടിക്കാൻ തോന്നില്ലല്ലോ, അപ്പോൾ വേഗം അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ഇവരുടെ വണ്ടിയും വന്നില്ല. പൊട്ടറ്റോ അരിഞ്ഞു വെക്കണം, അതിനകത്ത് മസാല തേച്ച് വെക്കണം, എന്നിട്ട് അതിനകത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടണം. ഇന്നത്തെ പൊട്ടക്കറിയുടെ കാര്യം തീർന്നു. ബൈ ബൈ. ഇപ്പോഴാണ് കേട്ടോ അവരുടെ ഓട്ടോ വന്നത്. അങ്ങനെ അവർ പോയി. മോള് പൊട്ടറ്റോ കറി വെക്കുന്നതാണ് പറഞ്ഞു തന്നത് കേട്ടോ. അവൾ പ്രത്യേകം പറഞ്ഞു ഇത് ഇട്ടേക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് ഇട്ടത്. പിന്നെ ഇത് പാത്രങ്ങൾ കുറച്ചും കൂടെ കഴുകാനുണ്ടായിരുന്നു. കഴിച്ചതും ഇഡ്ഡലി ഉണ്ടാക്കിയതും അങ്ങനെയൊക്കെ അതെല്ലാം കൂടെ കഴുകി ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ സമയത്തും കറണ്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരും പോകും, ഇത് തന്നെയാണ് ഇവിടെ. അപ്പോൾ കറണ്ട് ഇന്ന് പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് പോവുകയും വരികയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം എല്ലായിടത്തും ഫുട്ബോൾ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെയാണെങ്കിലും എത്ര ക്ഷീണമാണെങ്കിലും രാത്രിയിൽ കളി കാണാനൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നുകൂടെ ആ കളി വെച്ച് കണ്ടിട്ടാണ് പോകുന്നത് ഉള്ള സമയത്ത്. ഇനി ബാക്കി ക്ലീനിങ് ആണുള്ളത്. ആദ്യം വാഷ് ബേസിൻ കഴുകാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കണം. ഇപ്പോൾ സമയം പറഞ്ഞാൽ ഒരു 9:30 ആയിട്ടുണ്ടാവും. നമ്മൾ എല്ലാം കൂടി ധൃതി വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഓരോന്നോരോന്നായിട്ട് പയ്യെ പയ്യെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും പറ്റും, ജോലികളൊക്കെ അങ്ങ് തീരുകയും ചെയ്യും. എന്ന് വെച്ചിട്ട് പയ്യെ പയ്യെ ഇരിക്കാനല്ല കേട്ടോ. ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ തുടച്ചിടാനുള്ളതൊക്കെ അങ്ങ് തുടച്ചു. ബാക്കി പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ തൂക്കാനൊക്കെ ഇറങ്ങുന്നത്. അതിന് മുന്നേ വാഷിങ്ങിന് അങ്ങ് ഇടാം.
അപ്പോഴേക്കും ബാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കഴുകിയിരിക്കുമല്ലോ. ഡ്രസ്സുകളാണെങ്കിലും ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. കാരണം ഡ്രസ്സ് മാറി ഇടുന്നതൊക്കെ ഈ കൂടെ അങ്ങ് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ ആ സമയത്ത്. പിന്നെ യൂണിഫോം ഒക്കെ ഉള്ളത് എനിക്കൊന്നും അല്ലാതെ കഴുകണം. ഇന്നലെ വൈകിട്ട് കഴുകിയില്ല. ചില ദിവസങ്ങളിൽ പറ്റുവാണെങ്കിൽ വൈകിട്ട് കഴുകിയിടും, അല്ലെങ്കിൽ പിന്നെ രാവിലെയാണ് കഴുകിയിടുന്നത്. പിന്നെ റൂമുകളെല്ലാം തൂത്തുവാരി ബാക്കി എല്ലാ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതെല്ലാം ചെയ്യാം. സ്റ്റെപ്പ് മുതൽ താഴേക്കാണ് കേട്ടോ തൂത്തുവാരുന്നത്. മുകളിലത്തെ നിലയിലേക്ക് കയറിയിട്ടില്ല. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെയാണ് അവിടെ കയറുന്നത്. കാരണം അവിടെ മൂത്ത മോൻ മാത്രമാണ് പഠിക്കാനിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങും എൻ്റെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടിരുന്നല്ലോ, അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ദിവസമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അതിനിരിക്കാൻ. അപ്പോൾ ഒരു റൂം വൃത്തിയാക്കി കഴിഞ്ഞു. പിന്നെ ഇത് ഹോളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് എപ്പോഴും സാധനങ്ങൾ നിരന്ന് കിടക്കാറുള്ളത്. ആദ്യം അതെല്ലാം ഒന്ന് പെറുക്കി മാറ്റണം. മക്കളുടെ സാധനങ്ങളെല്ലാം ആയിരിക്കും, കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവും. അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ കളിക്കും. ചിലപ്പോൾ പറഞ്ഞാലും അത് അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ വീണ് കിടക്കുന്നൊന്നും കാണത്തില്ലല്ലോ. അതെല്ലാം മാറ്റിയിട്ട് അവിടെ എല്ലാം ആദ്യം ഒന്ന് തൂത്തിടണം. പിന്നെ ഇന്ന് തുടയ്ക്കുന്നില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ ജനൽ തുറന്നു കിടന്നതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടെ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ സമയമാവും കേട്ടോ. ലെങ്ത് കൂടിക്കഴിഞ്ഞാലും എല്ലാവരും കാണുമൊന്നുമില്ലല്ലോ. ശരിക്കും നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് കാണിക്കാവുന്ന ജോലിയല്ലല്ലോ ചെയ്യുന്നത്. കുറേ സമയമെടുക്കും. ഞാനിപ്പോൾ ഒരു 10:30 അല്ലെങ്കിൽ 11, നമ്മുടെ സാഹചര്യം അനുസരിച്ചാണ് കേട്ടോ. ചെറിയ മക്കളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ജോലിയൊക്കെ തീർത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ മക്കൾ റെഡി ആവുന്നതും വിടുന്നതും ഒക്കെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലാതെ കാണുന്നവർ വിചാരിക്കൂലേ ഇത്ര കുറച്ച് ജോലികളാണോ ഈ സമയത്തിനുള്ളിൽ ചെയ്യുന്നതെന്ന്. വന്ന കറണ്ട് പിന്നെയും പോയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വരികയും പോവുകയും ചെയ്യാണ്. അതുകൊണ്ട് വാഷിങ്ങിനിട്ട തുണിയൊന്നും കഴുകി തീർന്നിട്ടില്ല. ഇപ്പം അല്ലാതെ മക്കളുടെ യൂണിഫോമും വേറെ കുറച്ച് തുണിയും അല്ലാതെ ഞാൻ കഴുകി വിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണ് കറണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ട്. വൈകുന്നേരം റൂമിനകത്തൊക്കെ ഇട്ട് ഉണങ്ങിയ തുണികളും പിന്നെ വൈകിട്ട് പുറത്തുനിന്ന് എടുത്തിട്ട തുണികളും ഒക്കെയാണ്. അത് അന്നേരം എനിക്ക് മടക്കിയൊന്നും വെക്കാൻ പറ്റിയില്ലായിരുന്നു. കുറേ കൂടുതലുണ്ട്. എല്ലാവരുടെയും യൂണിഫോമും ഒക്കെ ഉണ്ട്, ഷോക്സുകളും ഒക്കെ. അപ്പോൾ ഞാൻ യൂണിഫോമൊക്കെ ഒരു കവറിലാക്കിയാണ് വെക്കുന്നത് രാവിലെ എടുക്കാനുള്ള എളുപ്പത്തിന്. പിന്നെ ഷോക്സൊക്കെ ആണെങ്കിലും എല്ലാം ബ്ലാക്കാണ്. ഇളയ മക്കളുടെ 2 പേരുടെയും ബ്ലാക്കാണ്. അപ്പോൾ അത് മാറിപ്പോകും. പിന്നെ ഞാനത് നിരത്തിയിട്ടിട്ട് അതിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് അതിൻ്റെ ജോഡി മനസ്സിലാക്കുന്നത്. എന്നിട്ട് അത് ചുരുട്ടി വയ്ക്കും. മഴയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ. ഇന്നാണെങ്കിലും വലിയ വെയിലുള്ള ദിവസമായിരുന്നില്ല, ഭയങ്കര മൂടലാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഷെഡിലിട്ട് ഉണങ്ങാനേ പറ്റുള്ളൂ ബാക്കി തുണികളൊക്കെ. കട്ടിലിൽ വരെ കാറാണ് കേട്ടോ. രാത്രിയിൽ കാറ് വെച്ച് കളിച്ച് കളിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ്. ഇനിയിപ്പോൾ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റിയിടണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്